നമസ്കാരം. ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി 57 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം. പൊതു തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന തികഞ്ഞ പ്രതീക്ഷ ധനമന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. 57 മിനിറ്റിൽ കൂടുതൽ സമയവും ചെലവഴിച്ചത് 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ അതൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണമാക്കി മാറ്റുന്നതിനായിരുന്നു. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് ഇനിയൊരു തിരിച്ചുവരവ് അത് ഉണ്ടാകും എന്ന അമിത ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമായി പൊതുവെ പറയപ്പെടുന്നു. അതേസമയം രാഷ്ട്രീയ പ്രസംഗം എന്നതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്ന വിമർശനം. നമ്മൾ ഇത് വിശദമായി ഇന്ന് പരിശോധിക്കുകയാണ്. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. തുടർഭരണം ഉറപ്പിക്കുന്നതോ ബജറ്റ്? വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഞങ്ങളുടെ ഇലക്ഷൻ അനലിസ്റ്റ് മനു ഭരത്. നമുക്ക് ആദ്യം ഇന്നത്തെ ഈ 57 മിനിറ്റുള്ള ബജറ്റ് പ്രസംഗം നൽകിയ പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് എന്ന് പരിശോധിച്ചാൽ അത് തുടർഭരണത്തിലെ ആത്മവിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ആ ബജറ്റ് പ്രകടമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർഭരണത്തിലെ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന ബജറ്റ് ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റായി അവതരിപ്പിക്കും എന്ന പരാമർശവും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ മൂന്നാമതും വരും, അടുത്ത പൂർണ്ണ ബജറ്റും തങ്ങൾ തന്നെ അവതരിപ്പിക്കും എന്ന് ധനമന്ത്രി പറയുന്നു. വികസിത ഭാരതത്തിലേക്കുള്ള മാർഗരേഖ ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റാക്കി അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. നമുക്കറിയാം, നേരത്തെ പലവട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൂന്നാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതും പ്രധാനപ്പെട്ട ചില അവസരങ്ങളിൽ. ഇപ്പോൾ ധനമന്ത്രിയും ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും അവസാനത്തെ ബജറ്റ് പ്രസംഗത്തിലും അത് തന്നെ വ്യക്തമാക്കുന്നു. മനു ഭരത്, ഇവിടെ ഇപ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നു. അതിന് വഴിവെച്ചത് കഴിഞ്ഞ BJP സർക്കാരിന്റെ അവസാന ബജറ്റ്. അത് ഇതുപോലെ ഒരു അവസരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ കർഷകർക്കുള്ള കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങൾ അതിലുണ്ടാകുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച ഇത്തവണയും ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഒരു പക്ഷേ ആ തുക ഇരട്ടിയാക്കും എന്നതുൾപ്പെടെയുള്ള പ്രതീക്ഷകൾ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നു. ഇതിപ്പോൾ അത്തരം വലിയ പ്രഖ്യാപനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുക എന്ന പ്രാഥമികമായിട്ടുള്ള ആ ഒരു കർത്തവ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ബജറ്റ്. അതിനപ്പുറം പിന്നീട് ഉള്ളത് അവകാശവാദങ്ങൾ മാത്രം. അപ്പോൾ ഒരു തിരിച്ചുവരവ് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി വലിയ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ തന്നെ ആളുകളെ തങ്ങൾക്കൊപ്പം നിർത്താമെന്ന വലിയ ആത്മവിശ്വാസം ഈ സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എന്നതാണോ ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ നൽകുന്ന സൂചന? സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. തുടർഭരണം ഇന്ത്യയിൽ ഉണ്ടാകും എന്ന എല്ലാ അർത്ഥത്തിലും അങ്ങനെ നടക്കും എന്നൊരു മുഴുവൻ പ്രതീക്ഷയിൽ തന്നെയാണ് BJP NDA സർക്കാർ ഉള്ളത്. പക്ഷേ ഈ ബജറ്റിൻ്റെ ഒരു കാര്യം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലങ്ങളിലും നമ്മുടെ ബജറ്റ് അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയാകും. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ ഇയർ ബജറ്റിനെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേയുള്ള ബഡ്ജറ്റിനെയൊക്കെ ഈ വോട്ടാക്കി എങ്ങനെ മാറ്റാം എന്ന കാഴ്ചപ്പാടും ചിന്താഗതിയും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല ഘട്ടങ്ങളിലായി പ്രയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാവുന്ന P. ചിദംബരം വലിയ തോതിലൊരു പ്രഖ്യാപനം നടത്തി കാർഷിക കടങ്ങൾ രാജ്യത്തെ മുഴുവൻ എഴുതിത്തള്ളുക എന്നുള്ളത്. അതുപോലൊരു ജനപ്രിയമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന് അനുകൂലമായി വന്നില്ല, അതൊന്നും വോട്ടായി മാറുകയും ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനത്തെ ഒരു പ്രതീതിയിൽ നിന്ന് മാറി പുതിയ ഒരു രാഷ്ട്രീയ നയ രൂപീകരണം കൂടി BJP NDA സർക്കാർ ഇവിടെ നടത്തുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ ബജറ്റ് ആരെ സ്വാധീനിക്കുന്നു? ബജറ്റ് കർഷകനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ സാധാരണക്കാരായ കർഷകർ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ഈ ലോവർ ഇൻകം ഗ്രൂപ്പ്, ഇവരൊക്കെ ബജറ്റിനെ നോക്കിക്കാണുന്നുണ്ടോ, വലിയ ഗൗരവമായി എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിനുശേഷം പിന്നെ വളരെ ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് കൂടി കൊണ്ടായിരിക്കണം ഈ ബജറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ ബജറ്റ് ഉൾക്കാഴ്ച ചെയ്യുന്നത് കൂടുതലും ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയാണ്. പ്രത്യേകിച്ച് ലോവർ മിഡിൽ ക്ലാസ് എന്നതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ആവറേജ് ഇൻകം ഗ്രൂപ്പ്, ടാക്സ് പേയിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, വലിയ ഓൺട്രപ്രണേഴ്സ്, അതുപോലെ ബിസിനസ് സംരംഭകർ, അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ബജറ്റ് പ്രധാനമായും അഡ്രസ്സ് ചെയ്യുന്നത് എന്നതിൽ സംശയമില്ല.
ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം ഒരു ബജറ്റ് കൂടുതലും സഹായിക്കുക ഒരു പാർട്ടി അതിൻ്റെ ധനസമാഹരണത്തിനാണ്. ഒരുപക്ഷേ കൂടുതൽ സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ള നിക്ഷേപകർ ഇവരൊക്കെ ഇത്തരം ഒരു സർക്കാരിനെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ വലിയ സാമ്പത്തികമായ പിന്തുണ ഒരു പ്രചാരണ പരിപാടികൾക്ക് നൽകാൻ അവരെ പ്രേരിപ്പിക്കും എന്നതൊരു ഘടകമാണ്. അതാണോ ഈ ബജറ്റിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് പറയാം. ഇന്ന് ബജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ബജറ്റ് പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. ഓഹരി വിപണി ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. അത് ഈ ബജറ്റിനെ അവർ അത്രമാത്രം പ്രതീക്ഷയോടെ കാണുന്നു എന്നൊരു സാഹചര്യം. പക്ഷേ ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും ക്ലോസിംഗ് വളരെ മോശമായിരുന്നു. എന്ന് വെച്ചാൽ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. അപ്പോൾ മനു ഇപ്പോൾ സൂചിപ്പിച്ച ആ വിഭാഗത്തെ ബജറ്റ് തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാവില്ലേ? അല്ല, ബജറ്റിൻ്റെ തലേ ദിവസം എല്ലാവരും എല്ലാ കാലഘട്ടത്തിലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കപ്പെടും എന്നൊക്കെയുള്ള പൊതു താല്പര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ ഒരു ദിവസത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിഫ്ലക്സിനെ നമുക്ക് പൊതുവേ ഒരു ബജറ്റിൻ്റെ അതിന് പ്രതിഫലനമായിട്ട് മുഴുവനായും അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ ഏതെങ്കിലും ചില മേഖലകൾക്ക് നികുതി ഇളവുകൾ ഉണ്ടായേക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വേണ്ടത്ര രീതിയിൽ ഉണ്ടായില്ല എന്ന് കണ്ടാൽ ചെറിയ വിഡ്രോവൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകും. സ്വാഭാവികമായും അത് ഓഹരി വിപണിയെ ബാധിക്കുകയും ചെയ്യും. പക്ഷേ അതൊരു ലോങ് ടേം ഫിനോമിനയാണ്, അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് കരുതാനാവില്ല. അത് താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. അത് ഒരു റിഫ്ലക്സ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക രംഗത്തിൻ്റെ ഒരു പ്രതികരണമായി അതിനെ നമുക്ക് അങ്ങനെ വിലയിരുത്താനാകില്ല. പക്ഷേ എങ്കിലും രേണു പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചാത്ത ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് വലിയ നേട്ടം കിട്ടുന്ന തരത്തിലേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് ഈ ബഡ്ജറ്റ്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ തൃപ്തരാക്കുന്നതൊന്നും ഈ ബജറ്റിലില്ല എന്നതാണ് മനു സൂചിപ്പിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുമുണ്ട്. അവിടെ മനു, ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ തുടർ ഭരണം അതിന് നൽകുന്ന അങ്ങനെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാകണമെങ്കിൽ അതൊരു ബജറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറ്റ് പല ഘടകങ്ങളും ചേർന്നിട്ടുള്ളതാകും. ഇവിടെ ഇപ്പോൾ അടുത്ത തിരിച്ചുവരവിന് വേണ്ടിയുള്ള പല പോംവഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് അവർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ടോ? നമുക്കറിയാം ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ ഒരു അമിത ആത്മവിശ്വാസം ഈ സർക്കാരിന് നൽകിയിട്ടുണ്ടാവുക? അല്ല, അത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം നാളെ വരാനിരിക്കുന്നു. ഫെബ്രുവരി 2-ന് പിന്നെ UP-യുടെ ബജറ്റ് പുറത്തു വരും. അതിൽ അതൊരു അയോധ്യ സെൻട്രിക് ബജറ്റായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം അവിടെ വലിയ ബൃഹത് പദ്ധതികൾക്ക് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ നടത്തുന്നത്. ഇതിപ്പോൾ ആരെയും പ്രീതിപ്പെടുത്താത്തൊരു ബഡ്ജറ്റാണ് എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം പുതിയ നികുതികൾ ഒന്നുമില്ല, ഇപ്പോൾ ഇൻഡയറക്റ്റോ ഡയറക്റ്റായ ടാക്സുകൾ ഒന്നും തന്നെയില്ല. പുതിയ എന്തെങ്കിലും തരത്തിലുള്ള അധിക ബാധ്യതകൾ ആർക്കും മുകളിലേക്ക് വരുന്നില്ല. അതേസമയം ഈ ബജറ്റ് ഒരു വലിയ വിഭാഗം ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ നഗര കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ അവർക്ക് കാര്യമായ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നെടുത്തു പറയുന്ന തരത്തിലേക്ക് ഈ ബജറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ സംരംഭകത്വം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചപ്പാടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ ബഡ്ജറ്റിനെ കുറച്ചുകൂടി അവർ ഒരു ക്രിയാത്മകമായാണ് കാണുന്നത്. നിക്ഷേപകർ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ കാലത്തെയും ഒരു പ്രധാന ആവശ്യമായിരുന്നു കോർപ്പറേറ്റ് ടാക്സ് 20% നിന്ന് പഴയപടിയിലേക്ക് 30% അപ്പോൾ അങ്ങനെയൊന്നും വലിയ നികുതി പരിഷ്കരണങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് നിക്ഷേപക സമൂഹത്തിനും വ്യവസായ സമൂഹത്തിനും അതേപോലെ പിന്നെ ബിസിനസ് കമ്മ്യൂണിറ്റിക്കുമൊക്കെ വലിയൊരു ആശ്വാസം നൽകുന്നൊരു ബജറ്റാണ്. സാധാരണ എല്ലാ ബജറ്റുകൾ ഇങ്ങനെ വരുമ്പോഴും നികുതി വർധനവ് ഉണ്ടാകും എന്നത് ഒരു പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നില്ല എന്നത് തന്നെ ഒരു വലിയ ആശ്വാസം നൽകുന്നു. മാത്രമല്ല ഈ ബജറ്റിൻ്റെ മുന്നോടിയായി ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഇനിയൊരു ഇതിൻ്റെ നേരത്തെയുള്ള ഒരു താരതമ്യ പഠനത്തിലേക്കൊക്കെ സർക്കാർ നീങ്ങുകയാണല്ലോ. അപ്പോൾ നേരത്തെ ഉള്ളൊരു സർക്കാർ 2.5 ലക്ഷം രൂപ ഒരു നികുതി പരിധി എന്നത് ഇൻകം ടാക്സിന് വരുമാന നികുതിക്ക് ഒരു പരിധിയെ വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ അത് 7.5 ലക്ഷമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരം സാലറി ക്ലാസ് മധ്യവർത്തികൾക്ക് ഈ സർക്കാരിനോട് താല്പര്യം തോന്നാനുള്ള ഒട്ടനവധി ഘടകങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് നിലനിർത്തി എന്നതാണ് ഈ ബഡ്ജറ്റിൽ ഒരു അവകാശവാദമായി. കഴിഞ്ഞ ബജറ്റിലെ പല കാര്യങ്ങളും നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ബജറ്റ് എന്നത് സൂചിപ്പിക്കുകയാണ് മനു ഭരത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിന് ശേഷം ഉയരുന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കട്ട് ആൻഡ് കോപ്പി
കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ഈ ബജറ്റ് എന്നതാണ്. കഴിഞ്ഞ തവണത്തെ അവതരിപ്പിച്ചതിന്റെ കോപ്പിയാണ് ഇത് എന്ന തരത്തിലൊരു വിമർശനം ഉയരുകയാണ്. എന്താണ് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പോപ്പുലിസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഈ കേന്ദ്ര സർക്കാരിനെ പിൻവലിച്ചിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ബാധ്യതയിൽ തന്നെയാണ് നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ധനപ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരും അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. വലിയ എക്കണോമിയായി വളരുന്നു എന്ന അവകാശവാദങ്ങൾക്കപ്പുറം എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് കുറച്ചുകൂടി വിശദമായി ബജറ്റിനെ പരിശോധിച്ചാൽ 2024-25 ബജറ്റ് എസ്റ്റിമേറ്റ് കടമൊഴികെയുള്ള വരവ് 30.80 ലക്ഷം കോടി രൂപയാണ്. ആകെ ചെലവ് 47.66 ലക്ഷം കോടി രൂപ. നികുതി വരുമാനം എന്ന് പറയുന്നത് 26.02 ലക്ഷം കോടിയാണ്. ധനക്കമ്മി GDP-യുടെ 5.1% എന്നതുകൂടി നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ധനക്കമ്മിയാണ്. GDP-യുടെ 5.1%. ഇന്ന് സംസ്ഥാന ധനമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴും വിമർശിച്ചത് GDP-യുടെ 5.1% വരെ ധനക്കമ്മി എത്തിയിരിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. മനു ഭരത് ഇവിടെ ഇപ്പോൾ സംസ്ഥാനങ്ങളോട് അത് ധനക്കമ്മി എന്ന് പറയുന്നത് GDP-യുടെ 5.1% വരെ എത്തി നിൽക്കുന്ന കേന്ദ്രം സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് പക്ഷേ വിഭിന്നമാണ്. 3% കൂടുതൽ കടം ഉണ്ടാകാൻ പാടില്ല എന്നതിൽ കടുംപിടുത്തം പിടിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ കാര്യമെത്തുമ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിയുകയാണ്. GDP എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പോലും 5.1 3%ലേക്ക് ഒക്കെ ഈ കടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എപ്പോൾ എത്തുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. എത്രയോ മുൻപ് ആ നേട്ടം കൈവരിക്കണമെന്ന് പ്രതീക്ഷിച്ചതാണ്. കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അതിന് കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് സംസ്ഥാന ധനമന്ത്രിക്ക് പോലും വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലാണ് സാമ്പത്തിക അവസ്ഥ എന്നത് കൂടുതൽ വെളിവാവുകയല്ലേ? ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ധനക്കമ്മി നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ധനക്കമ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അത് 5.8 ആയിരുന്നു. 5.8 നിന്ന് അത് 5.3 ആക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇത്തവണ അത്രയ്ക്ക് ചുരുക്കി കൊണ്ടുവരാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. ഏതായാലും അത് 5.1 കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ റവന്യൂ കമ്മിയും ഇത്തവണ പിന്നെ 2.8 നിന്ന് 2% കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രാഥമികമായ ധനക്കമ്മി എന്നത് 2.3 നിന്ന് 1.5. അപ്പോൾ കേന്ദ്ര സർക്കാരും സമാനമായ രീതിയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതേസമയം പശ്ചാത്തല വികസന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി പ്രബലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഒരു നിലപാട് വരുമാനം വർദ്ധിക്കുന്നുണ്ട്, ഒപ്പം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾ നികുതി അടയ്ക്കാൻ ശേഷിയുള്ളവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ധനക്കമ്മി പിടിച്ചു നിർത്തുക എന്നത് എല്ലാ കാലത്തും ഇന്ത്യ പോലെ വലിയ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രയാസമേറിയ കാര്യമാണ്. മാത്രവുമല്ല ഈ കടം ഒട്ടും എടുക്കാതെ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വലിയ സ്റ്റാഗ്നൻ്റായ ഒരു എക്കോണമിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇന്ന് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ 10-20 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ചിലവ് അത്രമാത്രം കൂടും എന്നതാണ് ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ അത് നേരത്തെ നടപ്പിലാക്കുക, അതിൽ നിന്നുള്ള വരുമാനം മറ്റ് സ്രോതസ്സുകളിലേക്ക് വിനിയോഗിക്കുക തുടങ്ങിയ ഒട്ടനവധി ആശയങ്ങൾ ഇതിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ കടം എടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനങ്ങളുടെ കാര്യം എത്തുമ്പോൾ വിഭിന്നമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അല്ല, അത് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരും ഇനി അടുത്ത ഘട്ടമാകുമ്പോഴേക്കും 2025 ആകുമ്പോഴേക്കും അത് 4% എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അതിന് കുറെ കൂടി വലിയ അതുപോലും 1% അധികമാണ്. സംസ്ഥാനങ്ങൾക്ക് അതിന് ആ നിലയ്ക്കുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കടമെടുക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്വം ഒരു രാജ്യത്തിൻ്റെ സർക്കാർ എന്നതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരിന് അത്രമാത്രം എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അത് ആകത്തുക നമ്മുടെ എക്കോണമിയെ കൂടി ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഒരു സെൽഫ് റിലയൻറ്റ് സ്റ്റേറ്റ് ആകുക എന്നുള്ളത് ഒരു വശത്താണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കടം പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാനാകില്ല. അത് വലിയ തോതിലുള്ള കടമെടുപ്പ് ഉണ്ടായാൽ അത് വലിയ പണപ്പെരുപ്പത്തിലേക്ക് വഴിവെക്കും. അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു ഫാക്ടർ അവിടെയുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കടുംപിടുത്തം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒരു പക്ഷേ
ഒരു തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം അവതരിപ്പിക്കുന്ന ബജറ്റ് ഉൾപ്പെടെയുള്ള വളരെ സേഫ് ആയിട്ടുള്ള 2-3 ബജറ്റുകളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ വഴിവിട്ട ചെലവുകൾ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ ബാധ്യത ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളിലേക്കൊന്നും പോകാതെ ആ ഒരു പിടുത്തം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിക്കാണാം. അതോടൊപ്പം തന്നെ ഈ ബജറ്റിന്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റായി ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയൊക്കെ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള 2047 ആകുമ്പോൾ വികസിത് ഭാരതായി ഇന്ത്യ മാറും എന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും, അതിനുശേഷം 2047 ആകുമ്പോഴേക്ക് വികസിത ഭാരതമാകും എന്നൊക്കെ പറയുന്നവർ അതനുസരിച്ച് ബജറ്റിനെ സമീപിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലാവുക? അല്ല, സ്വാഭാവികമായും വലിയ തോതിലുള്ള കടം ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഒരു പരിധി വിട്ടുള്ള കടമെടുപ്പ് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ഒരിക്കലും അത് സഹായകരമാകില്ല. ഒരു കണക്കിനപ്പുറത്തേക്ക് അത് പോകുമ്പോൾ പിന്നെ അത് പണപ്പെരുപ്പത്തിന് വഴിവെക്കും, പിന്നെ വിലക്കയറ്റത്തിന് വഴിവെക്കും. അങ്ങനെ സാമ്പത്തിക അസ്ഥിരത്വം ഉണ്ടാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ചെറിയ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് അത് പൊട്ടിമാറും. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെടുത്തു അല്ലെങ്കിൽ ശ്രീലങ്കയിലെടുത്തു, അവിടെയൊക്കെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് നേരത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ചെറിയ പ്രദേശങ്ങളിൽ അങ്ങനെ വലിയ കടബാധ്യത വരുന്നത് ഒരു പ്രയാസം, സാമ്പത്തികമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്നത് വ്യക്തമാണ്. പക്ഷേ ഇവിടെ അതിനൊരു ബാലൻസ് ഉണ്ടാകുകയാണ് വേണ്ടത്. നമുക്ക് അനിയന്ത്രിതമായി കടമെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് കൂടുതൽ കേന്ദ്രവിഹിതം കേരളത്തിലേക്ക് ലഭിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒരു പൊതുനയത്തിൻ്റെ ഭാഗമായി ഏറ്റവും ഇപ്പോൾ നികുതി എന്നൊരു സമ്പ്രദായം അങ്ങനെയാണല്ലോ. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം എടുത്ത് അത് ഇല്ലാത്ത ആളുകൾക്ക് വികേന്ദ്രീകരിച്ച് നൽകുക എന്നതാണല്ലോ ആ നികുതി സമ്പ്രദായം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സമ്പന്നൻ ഇപ്പോൾ പണം അടയ്ക്കുന്ന ആൾക്ക് തന്നെ അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റും കിട്ടണം എന്ന് പറയാനാകില്ല. അപ്പോൾ അതാണിപ്പോൾ ഈ കേരളം എന്നത് ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ കൂടുതൽ തുക കേന്ദ്രത്തിലേക്ക് നൽകുന്നു. പക്ഷേ അത് വികസിതമായ ഉള്ള പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ്. അവർ കൊടുക്കുന്നതിൻ്റെ അത്ര കേരളത്തിന് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ തുക തിരിച്ചു കിട്ടുന്ന സംസ്ഥാനങ്ങളായി ഇപ്പോൾ പശ്ചിമ ബംഗാളായാലും മഹാരാഷ്ട്രയും ഒക്കെ മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം നടത്തി പരമാവധി നേട്ടങ്ങൾ വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന ഘടകം. പക്ഷേ ഇത് കരുതിക്കൂട്ടിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു നിയന്ത്രണമല്ല. പക്ഷേ സ്വാഭാവികമായും ഈ ഒരു ആരോപണം ഉണ്ട്, ഫിസിക്കൽ സബ്ജുഗേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പം അതായത് ഇങ്ങനെ നികുതി ഇനത്തിൽ സംസ്ഥാനങ്ങളെ അവരെ അടിച്ചമർത്തുന്ന ഒരു രീതി കേന്ദ്രം പുലർത്തുന്നു എന്ന വലിയ ആക്ഷേപം ഒരു വശത്തുണ്ട്. അതിനെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യ സർക്കാരും അവരുടെ ധനക്കമ്മി നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു കാർഡിലേക്ക് കൂടി പോയാൽ അത് ഇറക്കുമതി തീരുവ ഉൾപ്പെടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരു നികുതി നിരക്കുകളും വന്നിട്ടില്ല പുതുതായി എന്നതാണ്. നികുതി നിരക്കുകളിൽ മാറ്റമില്ല എന്നതാണ്. മനു അതിൻ്റെ ഒരു ഭാഗം നേരത്തെ വിശദീകരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ മനു നേരത്തെ സൂചിപ്പിച്ചത് നിരക്കുകളിൽ വലിയ മാറ്റമില്ല, പുതിയ ബാധ്യതകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളെ ഒരു പരിധിവരെ ബജറ്റ് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാകാം, മാറ്റമില്ല എന്ന്. പക്ഷേ മനു, ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ബജറ്റിൽ ഒരു ഇളവ് പ്രതീക്ഷിച്ച വലിയൊരു വിഭാഗം ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ അത്തരം പൊടിക്കൈകൾ ഉണ്ടാകും, ജനപ്രിയ ബജറ്റ് ആക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് ജീവിതഭാരം കുറയും എന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുണ്ടായിട്ടില്ല എന്നത് തിരിച്ചടിയാകില്ലേ? അല്ല, സ്വാഭാവികമായും ഏതെങ്കിലുമൊക്കെ മേഖല, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് നിത്യോപയോഗമായി ബന്ധപ്പെട്ടുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിലക്കുറവിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഇലക്ട്രോണിക് ഗൂഡ്സിനെ സംബന്ധിച്ചൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു ആദായ നികുതി മുതൽ ഇങ്ങോട്ട് എന്ത് പരിശോധിച്ചാലും അത് ഉണ്ടാകുന്നില്ല, ഒരു ആശ്വാസവും ഉണ്ടാകുന്നില്ല. അല്ല, ആദായ നികുതി അതാണ് അതിൻ്റെ ഒരു കൃത്യമായ ഒരു വിശദീകരണം ധനമന്ത്രി നൽകുന്നുണ്ട്. കാരണം
ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദായ നികുതി പരിധി 2.5 ലക്ഷം രൂപയായിരുന്നു, അവിടുന്ന് 7.5 ലക്ഷം രൂപയായി. അപ്പോൾ അതൊരു വലിയ ആദായ നികുതി ഇളവിൽ ഒരു വലിയ ഇത് നൽകിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതിന് അങ്ങനെ പൂർണ്ണമായി ഇതിൽ BJP പറയുന്നതിലെടുത്ത് ചിലയിടത്ത് കണക്കിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആ 7.5 ലക്ഷം എന്ന് പറയുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന ചില ആനുകൂല്യങ്ങൾ ന്യൂ റെജീമിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടമാകുകയും ചെയ്യും. അപ്പം ആളുകളെ പുതിയ ടാക്സ് റെജീമിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു ശ്രമമാണ്. അതിൽ ചില ഓപ്ഷൻ ഇനിയും തുടരും അല്ലേ? അല്ല, അതെ, അതുകൊണ്ട് തന്നെ ആ തർക്കം എന്ന് വെച്ചാൽ ഇപ്പോൾ 2.5 ലക്ഷം ആയിരിക്കുമ്പോഴും ഈ 7.5 ലക്ഷം ആകുമ്പോഴും ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ തോത് ഒന്ന് തന്നെയാണ് എന്ന് വാദിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്ത്യ പിന്നെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും എന്ന് പറയുമ്പോൾ അത് ഒരു ജനസംഖ്യാടിസ്ഥാനത്തിൽ നമുക്ക് അത്ര വലിയൊരു GDP ഉണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആളോഹരി വരുമാനത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അത് മറ്റു പല രാജ്യങ്ങളെക്കാൾ നമ്മളെക്കാൾ ശക്തിയെ കുറഞ്ഞ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളെക്കാൾ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളെക്കാൾ നമ്മുടെ ആളോഹരി വരുമാനം നോക്കുമ്പോൾ അത് നമ്മളുടെ കുറവാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഒരു കണക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ശരിയല്ല അങ്ങനെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവായിട്ടുള്ള B. പ്രഭാകരൻ, അദ്ദേഹം JNUവിലൊരു വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പുറത്തു എഴുതിയ പുസ്തകം ഇതിനെ സംബന്ധിച്ച് ഈ കള്ളക്കളി ആണ് എന്ന തരത്തിൽ ദി ക്രിക്കറ്റ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ വ്യക്തമായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാണെന്ന് പറയുമ്പോൾ തന്നെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു, പട്ടിണി സൂചികയിൽ താഴോട്ട് പോകുന്നു. അങ്ങനെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഇന്നലെ നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറയുന്നു. അതെ, പക്ഷേ ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ വെൽഫെയർ എക്കണോമിസ്റ്റുകളുടെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ അമർത്യ സെന്നിനെ പോലുള്ള ആളുകൾ കൂടുതൽ ആളുകൾക്ക് എന്താണ് വെൽഫെയർ മെഷേഴ്സ് നടത്തുക, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ആളുകൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകുക, ഇളവുകൾ അനുവദിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു BJP സർക്കാർ വേറൊരു പുതിയ നയമാണ് കൊണ്ടുവരുന്നത്. അർഹതപ്പെട്ടവരിലേക്ക് മാത്രം ഇളവുകൾ എത്തിയാൽ മതി എന്നാണ്. മുമ്പ് നമുക്കറിയാം ഇവിടെ 10 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആളും 20 ലക്ഷം വാർഷിക വരുമാനമുള്ള ആൾക്കുമൊക്കെ ഗ്യാസ് സബ്സിഡി കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല. അല്ലെങ്കിൽ അതിൽ പെട്രോളിയം ആർക്കും അങ്ങനെ വന്നിട്ടുണ്ടാവും. അത് ഞാനില്ലെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സർക്കാരിനെ ന്യായീകരിക്കുകയല്ല. അപ്പോൾ അത് കൃത്യമായി അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം ഒതുക്കുക എന്നുള്ളതാണ് കുറെ കൂടി ശരി എന്നൊരു നിലപാടാണ് പുതിയ NDA സർക്കാരിൻ്റെ. പക്ഷേ അത് അങ്ങനെ വരുമ്പോഴുമൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയ ബൃഹത്തായ ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അത് എല്ലാവരിലേക്കും അങ്ങനെ കൃത്യമായി എത്തിയിട്ടുണ്ടാകണം എന്നില്ല. എങ്കിലും ഒരു വലിയ ശതമാനം ആളുകളിലേക്ക് അത് എത്തിയാൽ തന്നെ അതൊരു വിജയമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തിക വികേന്ദ്രീകരണം ആണ് പ്രധാനമായും രാജ്യം ഉൾക്കാഴ്ച ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഒരു പ്രധാന കാര്യം. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ നാളിതുവരെ പരിഗണിക്കപ്പെടാത്ത ചില വിഭാഗങ്ങൾക്ക് ഈ ബജറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക രീതികൾ കുറേ നേട്ടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വഴിയോര കച്ചവടക്കാർ 78 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് ആണ് ഈ സർക്കാരിൻ്റെ പദ്ധതികൾ കൊണ്ട് പിന്നെ നേട്ടമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈ മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഒക്കെ ഇത് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർ അതുപോലെ ചെറുകിട സംരംഭകർക്കൊക്കെ ഇത് നേട്ടമായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ കരുത്ത് എന്നതായിരുന്നു ഈ MSME എന്ന് പറയുന്ന ചെറുകിട സംരംഭങ്ങൾ. അപ്പോൾ ഈ ചെറുകിട സംരംഭങ്ങൾക്ക് രാജ്യത്ത് ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയും. അത് ഒട്ടനവധി ആളുകളെ സംരംഭകരാക്കി ഉടമകളാക്കും. അതാണ്. അപ്പോൾ ഒരാൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനപ്പുറത്തേക്ക് അയാളുടെ തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം, അത് അയാളുടെ വീടിനടുത്തുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഈ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷം എല്ലാ ആളുകളും വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടൊക്കെ ഉള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധിക്കാൻ കുറേയൊക്കെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. മറ്റൊന്ന് ഈ സംരംഭകത്വം എന്ന് പറയുന്നതിൽ സ്ത്രീകളുടെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അവർ വരുന്നത് വളരെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് മറ്റൊരു തരത്തിൽ സാമ്പത്തിക രംഗത്തിന് ഒരു കരുത്ത് പകരുന്നത്. തീർച്ചയായും ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട നീക്കിയിരിപ്പുകൾ എന്തൊക്കെ എന്നത് നമുക്ക് പരിശോധിക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്തൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു, റെയിൽവേക്ക് എന്തൊക്കെ കിട്ടും, അങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെ എന്നതുകൂടി നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മൂലധന ചെലവുകൾക്കായി 50 വർഷത്തെ പലിശരഹിത വായ്പകൾക്കുള്ള നീക്കിയിരിപ്പുണ്ട്. അത് 1.3 ലക്ഷം കോടി രൂപയാണ് എന്നത് നമുക്ക് വ്യക്തമാകും. മറ്റൊന്ന് പ്രതിരോധം 6.2 ലക്ഷം കോടി രൂപയാണ്. റോഡ് ഗതാഗതം 2.78 ലക്ഷം കോടി, റെയിൽവേക്ക് 2.55 ലക്ഷം കോടി രൂപ.
40,000 റെയിൽ ബോഗികൾ വന്ദേ ഭാരത് കോച്ചുകളായി മാറാൻ പോവുകയാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. മറ്റൊന്ന്, മെട്രോ റെയിൽ, നമോ ഭാരത് എന്നിവയുൾപ്പെടെ പ്രധാന റെയിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. ഇവിടെ മനു, നമ്മൾ നേരത്തെ ധനക്കമ്മിയെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് കുറച്ചു കൊണ്ടുവരണമെങ്കിൽ വളർച്ച കൂടണം. അങ്ങനെയുള്ള വളർച്ചയിലേക്ക് നയിക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ കൂടണം. അങ്ങനെയുള്ള പണം ഇറക്കണം, മൂലധന ചെലവുകൾ അതനുസരിച്ച് കൊണ്ടുവരണം എന്നൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ റെയിൽവേയും റോഡ് ഗതാഗതവും കഴിഞ്ഞ തവണയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാന ഊന്നൽ കൊടുത്തിട്ടുള്ള മേഖലകളാണ്. അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് ഇപ്പോഴത്തെ ബജറ്റിലും കാണാൻ കഴിയുമ്പോൾ അവിടെ ഒരു കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണോ അത് സൂചിപ്പിക്കുന്നത്? അത് ഈ നമ്മൾ സാമ്പത്തിക വിദഗ്ധർ ഈ ക്യാപെക്സ് എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൂലധന ചെലവ് എന്നത് എല്ലാ കാലത്തും ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനുമായി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ BJP സർക്കാർ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്നു എന്നത് അത് ഈ താഴെ തട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നാണ് അവരുടെ ഒരു വിശദീകരണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ രാജ്യത്ത് കുറേ വലിയൊരു വിഭാഗം ആളുകൾ കാർഷിക മേഖലയിൽ നിന്ന് അവർക്ക് പണ്ട് നേരത്തെ കാർഷിക മേഖലയിൽ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും അതിലേക്ക് തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആ കൃഷി ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേരും മറ്റുള്ള ആളുകൾ മറ്റു ജോലി അന്വേഷിച്ച് പോകുന്നതുമൊക്കെ ആയിട്ടുള്ള സാഹചര്യം വളരെ വ്യാപകമായി വരുന്നുണ്ട് എന്നതാണ് ഒരു വശത്ത്. അപ്പോൾ ഇത്തരം മൂലധന നിക്ഷേപം നടത്താൻ അല്ലെങ്കിൽ അത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനേക്കുള്ള നീക്കിയിരിപ്പ് അത് കൂടുതൽ ആക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ അത് GDP-യുടെ 3.3%. ഇത്തവണ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു 11% വർധനവ്, ഏതാണ്ട് 11 ലക്ഷം കോടി രൂപ ഇത്തരത്തിൽ നിക്ഷേപം മൂലധന ചെലവ് എന്ന തരത്തിലേക്ക് ഒരു മാറ്റിവെക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വലിയ തോതിൽ ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വിസ്തൃതമായ ഒരു രാജ്യത്തിന് ഗതാഗത സൗകര്യത്തിനെ സംബന്ധിച്ച് വളരെ വലിയ ആവശ്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ എക്കണോമിക് എനർജി കോറിഡോറുകൾ ഉണ്ടാക്കുക, പോർട്ട് കണക്ടിവിറ്റി, റെയിൽ റോഡ് പോർട്ട് കണക്ടിവിറ്റികൾ ഉണ്ടാക്കുക, ഹൈ ഡെൻസിറ്റി ട്രാഫിക് കണക്ടിവിറ്റി ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആവശ്യങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഈ റെയിൽവേക്ക് ഒരു മാസീവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇവിടെ നൽകുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തുന്നത് പ്രതിരോധത്തിലാണ്. 6.2 ലക്ഷം കോടി രൂപ നമ്മൾ പ്രതിരോധ മേഖലയ്ക്ക് ചിലവാക്കുന്നു. റോഡ് ഗതാഗതത്തിന് 2.78 ലക്ഷം കോടി ചിലവാക്കുന്നു. റെയിൽവേക്ക് 2.55 കോടി ഒക്കെ ചിലവാക്കുന്നു. അപ്പോൾ അതേസമയം വിദ്യാഭ്യാസത്തിനോ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിനോ ആ മന്ത്രാലയങ്ങൾക്കോ ഇത്ര തണ്ട് തുക അലൊക്കേഷൻ ഇല്ല എന്ന ഒരു വിമർശനം വലിയ തോതിൽ ഉയരുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരു കാര്യം, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിച്ച് കിടക്കുന്നതും പരസ്പര പൂരകങ്ങളുമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയും ഇത്രയും വലിയൊരു ഡിഫൻസ് എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മളുടെ രാജ്യം നീങ്ങണമെന്ന് ചോദിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട്. പക്ഷേ വലിയ ശക്തമായൊരു രാജ്യത്ത്, വലിയ സ്വയം സുരക്ഷിതമായ ഒരു രാജ്യത്ത് മാത്രമേ ധനം നിക്ഷേപിക്കാൻ വിദേശത്തു നിന്ന് ആളുകൾ വരികയുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു രാജ്യത്തിന് അതിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് എല്ലാ കാലത്തും നമ്മുടെ അതിർത്തികൾ അത്ര ടെൻഷൻ ഒഴിഞ്ഞ ഏരിയകളും അല്ല. അപ്പോൾ അതും ഞാൻ പറയുന്നത് അതെല്ലാം ഇതും ഈ എക്കോണമിയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഡിഫൻസിന് നമ്മളൊരു പ്രധാന തുക നീക്കി വെക്കേണ്ടത് അത് രാജ്യത്തിൻ്റെ സുരക്ഷ എന്നത് ഒരു വശത്ത്, മറിച്ച് ഇവിടെ വലിയ തോതിൽ നിക്ഷേപം ഉണ്ടാകുകയും സാമ്പത്തിക രംഗം കുറേ കൂടി മുന്നോട്ട് പോകുന്നതിനും വളരെ അനിവാര്യമാണ് എന്നതാണ് അതിലൊരു പ്രധാന കാര്യം. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു സ്കിൽഡ് രാജ്യത്ത് കൂടുതൽ വിദ്യാഭ്യാസത്തിന് കൂടി പണം നീക്കിവെക്കേണ്ടത്. കാരണം വലിയൊരു വിഭാഗം ആളുകൾ തൊഴിൽ അന്വേഷകരായി പോകുന്നു. ഇനി വരാനിരിക്കുന്ന കുറച്ച് കാലത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് ആയി മാറാൻ പോകുന്ന ഒരു രാജ്യമെന്ന നിലയിൽ പുറത്തുള്ള ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായ തരത്തിൽ എക്വിപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പരിശീലനം നേടിയിട്ടുള്ള ഇന്ത്യക്കാരുടെ ആവശ്യവും വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിശീലന കേന്ദ്രങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പണം നീക്കിവെക്കണം എന്നുള്ളത് ഒരു ഘടകം തന്നെ. പക്ഷേ സ്വാഭാവികമായും ഇവിടെ ഈ സർക്കാരിൻ്റെ ഒരു പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് ഈ മേഖലയ്ക്കാണ്. പിന്നെ എഡ്യൂക്കേഷൻ പൊതുവേ ഒരു സ്റ്റേറ്റ്
സബ്ജക്റ്റ് ആണ് എന്ന നിലയിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ നീക്കി വെച്ചിരിക്കുന്നതിൽ റെയിൽവേക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഒന്ന് 40,000 റെയിൽ ബോഗികൾ വന്ദേ ഭാരത് കോച്ചുകളാക്കി മാറ്റുമെന്നതാണ്. അവിടെ ഒരു ആശങ്ക മനു, ഇവിടെ വന്ദേ ഭാരത് കോച്ചുകളായി മാറുമ്പോൾ സാധാരണക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഫെയർ ആയിരിക്കുമോ വരിക? അത് സാധാരണക്കാരെ സംബന്ധിച്ച് തിരിച്ചടിയാകുമോ? ട്രെയിൻ സംവിധാനം എന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു യാത്രാ പൊതുഗതാഗത സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. അപ്പോൾ 40,000 കോച്ചുകൾ വന്ദേ ഭാരത് അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ആ സൗകര്യങ്ങളോടുകൂടി മാറുമ്പോൾ അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാകുമോ എന്നൊരു സംശയം ഉയരുന്നു. അല്ല, അത് അങ്ങനെ ഒരു സംശയം ഉയർത്തിരുന്നതിനെ പ്രതിരോധിക്കുന്നത് സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, നമ്മളൊരു ദരിദ്ര രാജ്യമാണ് എന്ന് നമ്മളുടെ മനസ്സിലിങ്ങനെ ഒരു അടിത്തറയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ദാരിദ്ര്യം ആണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലഘട്ടത്തിലും ഗരീബി ഹട്ടാവോ, രാം റൊട്ടി മക്കാൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഒരു ദരിദ്ര രാജ്യത്തെ പോലെ ചിന്തിക്കാൻ മാത്രം നമ്മൾ തയ്യാറായിക്കൊണ്ട് നിന്നാൽ അതൊരു വികസനത്തിന് ഒരു വിലങ്ങുതടിയാകും എന്ന ഒരു ആശയം NDA സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകും. നമ്മുടെ രാജ്യത്ത് പല സാമ്പത്തിക ശേഷിയുള്ള പല വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ കൂടുതൽ പണം ചെലവാക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ള സൗകര്യം അയാൾക്ക് നൽകുകയും ആ സമ്പത്ത് ഉപയോഗിച്ച് സാധാരണക്കാർക്ക് കുറേ കൂടി ഇളവുകളുള്ള യാത്രാ സംവിധാനം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായ ഒരു ഏറ്റവും അടിസ്ഥാനമായ ഒരു സാമ്പത്തിക ശാസ്ത്രം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ഇളവുകൾ കിട്ടണം എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും വലിയ തുക നൽകി യാത്ര ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏവിയേഷൻ സെക്ടർ വരുന്നു. ഇപ്പോൾ ആ ഏവിയേഷൻ സെക്ടർ നമ്മൾക്ക് ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നവരുടെ എണ്ണം ഒക്കെ കണക്കിലാണ്. പക്ഷേ അത് ഇപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഒരു വിമാനത്താവളം വരുന്നതോട് ആ നാട്ടിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ കണ്ണൂരിൽ ഒരു പുതിയ വിമാനത്താവളം വന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ വിമാനം ഓപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകും. ഇപ്പോൾ എയർപോർട്ടുകളുടെ എണ്ണം ഇപ്പോൾ ഇരട്ടിയായിട്ടുണ്ട്. അതുപോലെ കൂടുതൽ വിമാനങ്ങൾ വരുന്നു. ഇപ്പോൾ പുതിയ വിമാന കമ്പനികൾ കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ ഉള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഏതാണ്ട് 1.5 കോടി ആളുകൾ പിന്നെ നമ്മുടെ വിമാനത്തിൽ ഒക്കെ പ്രതിവർഷം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ആളുകളെ കൂടി അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പിന്നെ ലഗേജ് അല്ലെങ്കിൽ ചരക്ക് ഗതാഗതം, അതുമായി ബന്ധപ്പെട്ട ജോലികൾ, ആ പുതിയ ഏവിയേഷൻ മേഖലയിൽ തുറക്കുന്ന തൊഴിൽ സാധ്യതകൾ, സാങ്കേതികമായിട്ടുള്ള പുരോഗതികൾ, അതെല്ലാം കൂടി ഇണങ്ങുമ്പോഴാണ് ഒരു വികസനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ പക്ഷേ ഒരു ഘട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിൽ ഇതെല്ലാം ഈ ബജറ്റ് പ്രധാനമായും ഇപ്പോൾ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട നോക്കിയാൽ അവർ പ്രധാനമായും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകൾ അല്ലെങ്കിൽ യുവജനങ്ങൾ അങ്ങനെ ഉള്ള വിഭാഗങ്ങൾക്ക് കൃത്യമായൊരു ഫോക്കസ് നൽകുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ ബജറ്റിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രോണി ക്യാപിറ്റലിസത്തിൽ ഇന്ത്യക്ക് 9ാമത് റാങ്കാണ്. അതിൻ്റെ ഏറ്റവും ദുരന്ത ഫലം രാജ്യം അനുഭവിക്കുകയാണ്. വലിയ രീതിയിൽ അസമത്വം രാജ്യത്ത് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഈ ബജറ്റിൽ ആ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികൾക്കായി ഈ ബജറ്റിലെ നീക്കിയിരിപ്പ് എന്താണ് എന്ന് നോക്കാം. നമുക്ക് കാണാം, ആയുഷ്മാൻ ഭാരത് പദ്ധതി, ആരോഗ്യ പരിരക്ഷ എല്ലാ ആശാപ്രവർത്തകർക്കും ഒപ്പം അംഗൻവാടി വർക്കർമാർക്കും സഹായികൾക്കും ലഭ്യമാക്കുന്ന തരത്തിൽ ആ പദ്ധതി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 2 കോടി വീടുകൾ കൂടി വരും എന്നത് ഈ ബജറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്നാണ്. 2 കോടി വീട് എന്ന് പറയുമ്പോൾ 5 വർഷത്തിനിടെ 2 കോടി വീട് എന്നതാണ് ബജറ്റിൽ ഉദ്ദേശിക്കുന്നത്. അതും മനു 5
വർഷം കൊണ്ട് 2 കോടി വീടുകൾ എന്നതാണ്. അപ്പോൾ അതൊരു ദീർഘകാല പദ്ധതി, അതൊരു പദ്ധതിയുടെ തുടർച്ചയാണ്. ദീർഘകാലം എന്ന് വെച്ചാൽ ഇടക്കാല ബജറ്റ് ആണെങ്കിൽ പോലും 5 വർഷത്തേക്കായി പ്രഖ്യാപിക്കപ്പെടുന്ന തരത്തിലാണ് അത് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സാമ്പത്തിക അസമത്വം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് അഡ്രസ്സ് ചെയ്യാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനുള്ള നീക്കിയിരിപ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച വിഹിതങ്ങൾ മതിയായതാകുമോ? അല്ല, സ്വാഭാവികമായും മനുഷ്യൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എമ്യൂണിറ്റീസ് ആണല്ലോ വീട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുമ്പോൾ ഈ വീട് ഒരു വലിയ സുപ്രധാന ഫാക്ടറാണ്. ഒരാൾക്ക് വീട് എന്നത് അയാളുടെ ഒരു സ്വപ്നമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, വീട് എല്ലാ കാലത്തും ഒരു വലിയ ജനങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ അച്യുതമേനോൻ സർക്കാരിൻ്റെ ലക്ഷം വീട് പദ്ധതി എന്നത് അത് വലിയ ആളുകൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയൊരു പദ്ധതിയാണ്. കാരണം പണ്ട് നല്ല പൈസ ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് നല്ല വീട് വയ്ക്കാൻ അധികാരമുണ്ടായിരുന്നില്ല. അത് പലതരം ജാതി പ്രശ്നങ്ങളൊക്കെ കാരണം ചിലർക്ക് വലിയ വീടുകൾ അല്ലെങ്കിൽ ഓട് മെയ്യുന്നതിന് ഒക്കെ ജാതി താഴ്ന്നവർക്ക് അധികാരം കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള ചില അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടം കൂടിയാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ വീട് വെക്കുക എന്നത് ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ കൂടി ഭാഗമായി മാറുക. 1. 2. അടച്ചുറപ്പും സുരക്ഷിതവുമുള്ളൊരു സ്ഥലത്ത് ജീവിക്കാനുള്ള മനുഷ്യരുടെ ഒരു പൊതു ആഗ്രഹം എന്നത് മറുവശത്ത്. പിന്നെ വീട് എന്നത് ഒരാൾക്ക് അവനവന് ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും താൻ കൂടി ഈ നാടിൽ ഒരു മണ്ണിന് ഉടമയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ഒരു ആത്മാഭിമാനം ഒരു വശത്തുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇത്തരം ഫാക്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമുക്കറിയാം, ഗൾഫിലേക്ക് പോയ ആളുകൾ, ഇപ്പോൾ കുവൈറ്റിലും ഒക്കെ പോയ ആളുകൾ വലിയ വീടുകൾ വെച്ചു. കാരണം അത് അവരുടെ സമ്പാദ്യം പ്രധാനമായും വീടുകളിലേക്ക് വെച്ചു. പിന്നീട് കുവൈറ്റ് യുദ്ധമൊക്കെ വന്നപ്പോൾ വലിയ വീടുകൾ വിൽക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ വീട് എന്നത് വളരെ അത്രമാത്രം ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വിഭാഗമാണ്. പക്ഷേ ഇതിപ്പോൾ 1 കോടി വീടുകൾ വെച്ചു എന്ന് പറയുന്നത് 2 കോടി വീടുകൾ കൊടുക്കും എന്ന് പറയും. ഇത് പക്ഷേ ഒരു കേന്ദ്ര പദ്ധതിയല്ല. ഇത് സംസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഈ ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും 2 വിഭാഗങ്ങളിൽ നിന്നുള്ള ആരോപണമുണ്ട്. ധനകാര്യമന്ത്രി ആരോപിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാരുകൾ അവരുടെ പദ്ധതികളായി പേരുമാറ്റി അവിടെ അവതരിപ്പിക്കുന്നുവെന്നും, അതേസമയം സംസ്ഥാന സർക്കാരുകൾ പറയുന്നത് നാമമാത്രമായ ഫണ്ട് നൽകി കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് എന്നും ഉള്ള പൊതു ആരോപണമുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾക്ക് വീട് നൽകുന്നു എന്നത് പ്രധാനമായും ഒരു വോട്ടായി മാറാനുള്ള ഒരു ഘടകമാണ്. ഈ ബജറ്റിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ബജറ്റ് എന്നതാണ്. അങ്ങനെ എല്ലാവരെയും, ഏറ്റവും അധസ്ഥിതരായ മനുഷ്യരെ ഉൾപ്പെടെ, ഏറ്റവും ഈ അസമത്വത്തിൻ്റെ ഏറ്റവും വലിയ കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യരെ ഉൾപ്പെടെ ഉൾക്കൊള്ളാൻ ബജറ്റിനായിട്ടുണ്ടോ? അത് നമ്മളിപ്പോൾ ഇതിനെ പരിഹസിക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പ്രധാനമന്ത്രിയെ എപ്പോഴും ഇപ്പോൾ ഇത്തരം കാച്ചി എക്കണോമിക്സിൻ്റെ ആളാണ് എന്ന ഇത്തരം എന്താ പറയുക, ചെറിയ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എങ്കിൽ ആളുകളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഇത്തരം മുദ്രാവാക്യങ്ങൾ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം പ്രാഗൽഭ്യം കാണിക്കുന്നതാണ്. ഏതായാലും ഈ ബജറ്റിലും നമുക്കത് കാണാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, അതുപോലെ പെർഫോം, റിഫോം, ട്രാൻസ്ഫോം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ഈ ബജറ്റിലും കാണാൻ കഴിയും. ഇതിൽ പിന്നെ ഓൾ റൗണ്ട്, ഓൾ പെർവസീവ്, ഓൾ ഇൻക്ലൂസീവ് എന്നൊരു പ്രയോഗം കൂടി നിർമ്മല സീതാരാമൻ നടത്തിയിട്ടുണ്ട്. സർവാംഗി, സർവസ്പർശി, സർവാഭിഭേഷി എന്ന തരത്തിൽ ഉള്ള ഒരു എല്ലാ അർത്ഥത്തിലും ഓൾ റൗണ്ട്, ഓൾ പെർവസീവ്, ഓൾ ഇൻക്ലൂസീവ് എന്ന അർത്ഥത്തിലുള്ളൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആത്മനിർഭർ ഭാരത്, അമൃത് കാൽ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ, ഇത്തരം വാക്കുകളുടെ ഒരു പ്രയോഗം പ്രധാനമായും നടത്തുന്നുണ്ട്. ഇത് പലപ്പോഴും ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് ഇത് മറ്റാളുകൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ. ഇപ്പോൾ നേരത്തെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് നമുക്കൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജയ് വിജ്ഞാൻ, ജയ് അനുസന്ധാൻ എന്നൊക്കെയുള്ള പുതിയ വാക്കുകൾ അദ്ദേഹം പലപ്പോഴായി ഉപയോഗിക്കുന്നു. അപ്പോൾ അത് സ്വാഭാവികമായും ഇത് ആളുകളിലേക്ക് എത്താനൊക്കെ ഉള്ളൊരു തന്ത്രം അദ്ദേഹം എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ കാര്യം, 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമാകും. താൻ ആ 3ാമത്തെ ടേം അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും.
അങ്ങനെയൊക്കെയുള്ള ഇത് പെട്ടെന്ന് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അതുപോലെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പദപ്രയോഗം നാരി ശക്തിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ തവണകളായി പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ നയപ്രഖ്യാപനത്തിന് മുമ്പും അത് പറഞ്ഞു. അപ്പോൾ ബജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് എന്നൊരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണുള്ളത്? ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആശാവർക്കർമാർക്കും മറ്റുമൊക്കെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അവർക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു എന്നതിനപ്പുറം കഴിഞ്ഞ പദ്ധതികളുടെ ചില MSMEകളിലും മറ്റുമൊക്കെയുള്ള വിഹിതം കൊടുത്തതിന് മാറ്റി നിർത്തിയാൽ പുതുതായി എന്തുണ്ട് നാരീശക്തിക്ക്? ഏതാണ്ട് 50% വരുന്ന വനിതകളെ എങ്ങനെയാണ് ഈ ബജറ്റ് അഡ്രസ് ചെയ്തിരിക്കുന്നത്? അല്ല, അത് നമ്മൾ പൂർണ്ണമായും അങ്ങനെ ഇല്ലെന്ന് പറയാനാവില്ല. കാരണം ഈ മുദ്രാ ലോൺ കൈപ്പറ്റിയിട്ടുള്ള വലിയൊരു വിഭാഗം സ്ത്രീകളാണ്. പ്രധാനമന്ത്രി ആവാസ് ലോൺ അല്ല, ഇനി അങ്ങോട്ടും ഇത് തുടർന്നു പോകേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പദ്ധതി അത് അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ വീടുകളുടെ കാര്യത്തിലായാലും പ്രധാനമന്ത്രി ആവാസ് യോജനയായാലും അത് 1 കോടി കൊടുത്താൽ ഇനി 2 കോടി ബാക്കി കിടക്കുകയാണ്. ഇപ്പോൾ അതിലും ഏറ്റവും കൂടുതൽ വീടുകൾ ലഭിച്ചിട്ടുള്ളത് വനിതകൾക്കാണ് എന്നൊരു അതുപോലെ 83 ലക്ഷം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിലേക്ക് ലാഖ്പതി ദീദി പദ്ധതി അത് 9 കോടി സ്ത്രീകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഒരു വാക്സിനേഷൻ പ്രോഗ്രാം, സർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുന്നു. മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും അങ്ങനെ ഇപ്പോൾ ഒരു ഫോക്കസ്ഡായിട്ട് സ്ത്രീകൾക്കൊരു മുന്നമനം എന്ന് പറയാൻ നമുക്കിപ്പോൾ അവർക്ക് എന്തെങ്കിലും മുഴുവൻ ലോണുകൾ എഴുതി തള്ളുക അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നതിൽ ഇനി നമുക്ക് ഇന്ത്യയിൽ സ്ഥാനമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരു വികസിത രാജ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റഡി എക്കോണമി ഉള്ള ഒരു രാജ്യത്തിനോ ഇനി ലോണുകൾ എഴുതി നൽകുന്നത് എന്തെങ്കിലും നേരിട്ട് സൗജന്യ ഇളവുകൾ അങ്ങനെ കിട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആശകൾ നമുക്ക് ഇനി സാധ്യമാണോ? നമ്മുടെ സാമ്പത്തിക ശേഷി അതിനൊക്കെ ഉൾക്കൊള്ളുന്നതാണോ എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ മികവ് ആവശ്യമുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാവുക, അതിലേക്ക് ആളുകളെ ട്രെയിൻ ചെയ്യിക്കുക, സ്ത്രീകൾ സംരംഭകരായി മാറുക, സ്ത്രീകൾ അവർ സ്വയം സഹായ സംഘങ്ങളിലൂടെ മുന്നേറുക, അവരുടെ ആരോഗ്യം പരിരക്ഷിക്കുക, അവർക്ക് അവരുടെ അമ്മ കുഞ്ഞ് എന്ന തരത്തിലൊക്കെയുള്ള വരുന്ന ആ സമയങ്ങളിലുള്ള അവർക്ക് വേണ്ട മുൻകരുതലുകൾ ലഭിക്കുക, അവർക്ക് വീട് ലഭിക്കുക, അവർക്ക് വൈദ്യുതി ലഭിക്കുക, വെള്ളം ലഭിക്കുക, ഭക്ഷണം ലഭിക്കുക, അങ്ങനെ ഉള്ള പൊതുവായുള്ള പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികളിൽ സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സമീപനം അത് തുടരും എന്ന ഒരു സൂചന അതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, രേണുക സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ പ്രതിരോധ മന്ത്രാലയത്തിന് 6.2 കോടി ചെലവാക്കുമ്പോൾ കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയത്തിന് കിട്ടുന്നത് 1.27 കോടി മാത്രമാണ്. 4 കാസ്റ്റുകളെയാണ് അഡ്രസ്സ് ചെയ്തത് എന്ന് പറയുന്ന അതിലെ യുവാക്കൾക്കും കർഷകർക്കും വേണ്ടി എന്തൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു? ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കണക്ക് നോക്കുമ്പോൾ 1.77 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതേപോലെ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു മനു. തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന വിഷയമാണ്. അതിനെന്തുണ്ട്? അല്ല, തൊഴിലില്ലായ്മ സ്വാഭാവികമായും ഒരു അഗ്രേറിയൻ എക്കോണമിയിൽ നിന്ന് അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ ഇപ്പം ആളുകൾ കാർഷിക മേഖലയിൽ നിന്നും മാറി വരും. അപ്പോൾ അവർക്ക് ആവശ്യമായ തൊഴിൽ നൽകുക എന്നത് ഒരു സർക്കാരിനും സാധ്യമല്ല ഒരു കാര്യമല്ല. ലോകത്തൊരു സർക്കാരിനും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളൊക്കെ എല്ലാ കാര്യങ്ങളും ദേശസാൽക്കരിച്ച് അവർക്ക് തൊഴിൽ നൽകുന്നു. അതൊന്നും ഒരു ലോങ് ടേം ആയി നടപ്പിലാകുമോ എന്ന ആശങ്കകൾ സാമ്പത്തിക വിദഗ്ധർക്ക് തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ തൊഴിൽ എല്ലാവർക്കും നൽകാൻ സർക്കാരിന് കഴിയില്ല. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നതാണ് ഒരു സർക്കാരിന് മുന്നിൽ ഉള്ള കാര്യം. മാത്രമല്ല, എല്ലാ ബാധ്യതകളും സർക്കാർ ഏറ്റെടുത്ത് വെച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിൻ്റെ ഭാരിച്ച കടം മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുക, അത് മുഴുവൻ നികുതി പണത്തിലേക്കാണ് വരുന്നത്. അതായത് ജനങ്ങളുടെ പുറത്തേക്ക് ഈ ഭാരം അടിച്ചേൽപ്പിക്കുക, അങ്ങനെ നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്നൊന്നും ഇനി വരും തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് എൻ്റേതായ സംശയങ്ങളുണ്ട്. പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുന്നതിനോടും നമുക്ക് അങ്ങനെ യോജിക്കാൻ കഴിയില്ല. അത് കുറേയൊക്കെ രാജ്യത്തിൻ്റെതാകണം എന്ന് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു നടുവിലൊരു ബാലൻസ് വേണം എന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പുതിയ മേഖലകൾ തുറക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ പലരും മനസ്സിലാക്കുന്നൊരു കാര്യം, ചന്ദ്രയാൻ പദ്ധതി വരുന്നതോടുകൂടി സ്പേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആവശ്യങ്ങൾ ഉയരുകയാണ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രികൾ വരികയാണ്. അപ്പോൾ ആ നിലയിൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയും. ISROവിൻ്റെ നേതൃത്വത്തിൽ തന്നെ പല സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണങ്ങൾ നടത്താൻ കഴിവുള്ള ഇപ്പോൾ ISRO
ഈ റോക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമീപിച്ച സ്ഥാപനങ്ങളെ അവർ ആ നിലയ്ക്ക് ട്രെയിൻ ചെയ്യുകയും അലൂമിനിയം വെൽഡിംഗ് അന്ന് വലിയ അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാനൊക്കെ പരിശീലിപ്പിക്കുകയും അതിനെ തുടർന്ന് അവർ പിന്നെ സബ്മറൈൻ നിർമ്മാണത്തിലും അതുപോലെ കപ്പൽ നിർമ്മാണത്തിലും ഒക്കെ അവരുടേതായ പ്രാഗൽഭ്യം പിന്നീട് അവർ മാറുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം സ്വാഭാവികമായ അങ്ങനെ പുതിയ അവസരങ്ങൾ രാജ്യത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുക എന്നതാണ് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ അത് ഒരു സാധ്യമായ കാര്യമല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായും രേണുക ചോദിച്ചതുപോലെ തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പർക്കല പ്രഭാകരൻ്റെ പുസ്തകത്തിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത് കണക്കുകൾ നിരത്തിയുമാണ് അദ്ദേഹം പറയുന്നത് തൊഴിലില്ലായ്മ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നത്. അപ്പോൾ അത് ഒരു നമുക്ക് മുന്നിൽ ഒരു ചോദ്യം തന്നെയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തീർച്ചയായും. എന്തായാലും നമുക്ക് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം കൂടി പരിശോധിക്കാം. വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള പരാമർശം ധനമന്ത്രി നടത്തിയത് 10 വർഷത്തെ ഒരു കണക്കെടുപ്പ് എന്ന നിലയിലാണ്. 10 വർഷം കൊണ്ട് വിദേശ നിക്ഷേപം ഇരട്ടിയായി എന്ന് സൂചിപ്പിക്കുന്നു. 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 596 ബില്യൺ ഡോളറായി വിദേശ നിക്ഷേപം ഉയർന്നു. അത് ഇരട്ടിയാണ് എന്ന ഒരു അവകാശവാദമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മനു, ശശി തരൂർ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്ത് എന്ന് പറയാൻ കേന്ദ്ര സർക്കാരിനാകുന്നില്ല എന്ന തരത്തിൽ. എന്തുകൊണ്ടാകാം ധനമന്ത്രി വിദേശ നിക്ഷേപത്തിന്റെ കാര്യം ഒരു 10 വർഷത്തെ കണക്കെടുപ്പായി ബജറ്റിൽ അവതരിപ്പിച്ചത്? ഇപ്പോഴത്തെ കാര്യങ്ങൾ ആ നിലയിൽ തിരിച്ചടിയാണ് എന്ന സാഹചര്യമുണ്ടോ സർക്കാരിനെ സംബന്ധിച്ച്? അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും നമുക്ക് ഇപ്പോൾ കോവിഡ് കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ആഗോളതലത്തിലുള്ള ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ നമ്മളവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ അതിന് അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു പിന്നെ ഒരു ടൈം സ്പാൻ 2005 പോലും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ 2005 മുതൽ 2013 താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഏതാണ്ട് ഇരട്ടിയായി 596 ബില്യൺ ഡോളറായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശശി തരൂർ ഉന്നയിക്കുന്ന ചില വാദങ്ങളുണ്ട്. 21-22 അത് പിന്നെ 85 ബില്യൺ ഡോളറായിരുന്നു. അതേസമയം 22-23 അത് 71 ബില്യണായി കുറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ഉള്ളൊരു കണക്കിലെ കളിയാണ്. ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ കണക്കുമായി ബന്ധപ്പെട്ട് അതിലൊരു കളികളാണിത്. ആളുകൾക്ക് എങ്ങനെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്ന തരത്തിലൊക്കെ അത് മുന്നോട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വിദേശ സാമ്പത്തിക നിക്ഷേപത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലയളവിലുണ്ടാകുന്ന മാറ്റത്തെ അത് നമുക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താനാകില്ല. ഏതായാലും വിദേശ നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. മുമ്പും അതുപോലെ അവർക്ക് നികുതി ഇളവുകളും അതുപോലെ 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡും ഒക്കെ കൊടുത്തുകൊണ്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വിദേശ നിക്ഷേപം നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് കണക്കാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതിനുള്ള ശ്രമം ഒരു തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ബജറ്റ് ഉണ്ടാക്കുമ്പോൾ വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള ഒരു നയമുണ്ട് എന്നത് പല വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും. തീർച്ചയായും. എന്തായാലും ഇനി പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണ്. പ്രധാനമന്ത്രി ഈ ബജറ്റിനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കുന്നതാണ് ബജറ്റ് എന്നതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. വികസിത ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അതേസമയം പതിവ് പോലെ വാചാടോപം മാത്രമാണ് ബജറ്റ് എന്നതാണ് ശശി തരൂർ ഉന്നയിച്ചത് വിമർശനം. ഗണ്യമായി വിദേശ നിക്ഷേപം കുറഞ്ഞു എന്നത് സമ്മതിക്കുന്നില്ല ഈ ബജറ്റ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ശശി തരൂർ വിമർശിക്കുന്നു. കർഷകരെക്കുറിച്ചുള്ള സ്വാമിനാഥൻ റിപ്പോർട്ട് നടപ്പാക്കിയോ? വിലക്കയറ്റം തടയാൻ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നു കോൺഗ്രസ് MP പ്രമോദ് തിവാരി. കേരളം പ്രതീക്ഷിച്ചതൊന്നും കേന്ദ്ര ബജറ്റിലില്ല എന്ന വിമർശനമാണ് ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയത്. മനു, ഇതിൽ തരൂരിൻ്റേതുൾപ്പെടെയുള്ള വിമർശനങ്ങളുണ്ട്. പ്രധാനമന്ത്രി വികസിത ഇന്ത്യക്ക് അടിത്തറ പാകുന്ന ബജറ്റാണ് ഇത് എന്ന് അവകാശപ്പെടുമ്പോൾ വെറും വാചാടോപം മാത്രം എന്ന വിമർശനം ഉയരുന്നു. മറ്റ്
കർഷകർക്കൊക്കെ ഉൾപ്പെടെ പറഞ്ഞത് എന്തെങ്കിലും നടപ്പിലായോ എന്ന ചോദ്യം ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ ശക്തമായി ഈ ആരോപണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ച അജണ്ടയാകും. പ്രചാരണ പരിപാടികളിൽ, പ്രചരണ വേദികളിലുമൊക്കെ ഈ ബജറ്റിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ പരാജയം പ്രതിപക്ഷം എങ്ങനെ നോക്കിക്കാണും, അതേപോലെ തന്നെ ബജറ്റ് എങ്ങനെ വിജയകരമായി അവതരിപ്പിച്ചു എന്ന് പറയാൻ ഭരണപക്ഷം അവിടെയാണ് നിർമ്മലാ സീതാരാമൻ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. ഈ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെ ധനസ്ഥിതിയെ സംബന്ധിച്ചൊരു ധവളപത്രം പുറത്ത് ഇറക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും നേരത്തെ സാമ്പത്തിക സ്ഥിതിയും തമ്മിൽ ഒരു കമ്പാരിസൺ ഉണ്ടാകും. അങ്ങനെ ആ ഒരു സർക്കാരിന്റെ ഒരു ആത്മവിശ്വാസമാണ് അല്ലേ, അത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണമായി കൂടി അങ്ങനെ ഇതിനെ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ഒരുപക്ഷെ ഉണ്ടായേക്കും എന്നതാണ്. കാരണം അതായിരിക്കും ഒരുപക്ഷെ ഈ ബജറ്റിനേക്കാൾ പ്രചരണ ആയുധമായി BJP ഉപയോഗിക്കുക, വൈറ്റ് പേപ്പർ എന്ന തരത്തിൽ. തീർച്ചയായും മനു, ഇവിടെ മറ്റൊരു കാര്യം, കേന്ദ്രത്തിന്റെ ബജറ്റ് എങ്ങനെയുണ്ട് എന്നത് നോക്കി അവസാനവട്ട മിനുക്കുപണികൾ നടത്താൻ കാത്തിരിക്കുകയായിരുന്നു കേരളം. ബജറ്റ് 5-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സംസ്ഥാനത്തിന് ആശ്വാസകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല. അത് ധനമന്ത്രി ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടി. കേരളത്തിന് ബാധ്യതയാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടെ കേന്ദ്രം മറികടക്കുന്നു. കടം വരുമാനത്തിൻ്റെ എത്രയാണ് എന്നതൊക്കെ കണക്ക് സഹിതം മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 5-ാം തീയതി എന്തായിരിക്കണം പ്രതീക്ഷിക്കേണ്ടത്? വലിയ സാമ്പത്തിക ബാധ്യത, അതിന് സഹായകമാകുന്നതൊന്നും ബജറ്റിലില്ല എന്ന് വരുമ്പോൾ അല്ല, സ്വാഭാവികമായും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് വലിയ ഒരു പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതേസമയം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ മാനിഫെസ്റ്റോയിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പം വൈകിയെങ്കിലും അതിലേക്ക് പോകാതിരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല. പക്ഷേ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ ഈ നയം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കേന്ദ്രവിഹിതം ലഭിക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കേരളത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും. അതൊക്കെ സ്വാഭാവികമായ ഒരു ചർച്ചാ വിഷയം. ഏതായാലും ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന് അവർക്ക് പറയാം, പിന്നെ ഈ വരുമാന നികുതി 2 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷമായിരിക്കുന്നു. അതുപോലെ റീറ്റെയിൽ ബിസിനസ്സുകളുടെ ടാക്സേഷൻ എന്നത് 2 കോടിയിൽ നിന്ന് 3 കോടിയാക്കി ഉയർത്തിക്കൊടുത്തിരിക്കുന്നു. അതുപോലെ പിന്നെ പ്രൊഫഷണൽസുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ടാക്സേഷൻ ഇത് 50 ലക്ഷത്തിൽ നിന്ന് 75 ലക്ഷമായി ഉയർത്തിക്കൊടുത്തിരിക്കുന്നു. മാത്രമല്ല ഈ എക്സിസ്റ്റിംഗ് ഡൊമസ്റ്റിക് കമ്പനീസിന് മാനുഫാക്ചറിംഗ് കമ്പനീസ് നൽകിയ ശരി, എന്തായാലും പുതിയ ബാധ്യതകൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബജറ്റ് എന്ന് പറയാം. ആ രീതിയിൽ ആശ്വാസം എന്ന് പറയുമ്പോൾ പോലും ജനപ്രിയ ബജറ്റ് അല്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അത്തരം പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരു തുടർ ഭരണം ഉറപ്പിച്ച ആത്മവിശ്വാസമാണ് അതിലേക്ക് നയിച്ചത് എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ബജറ്റ് ചർച്ചകൾ തുടരും. അവസാനം ധവളപത്രം അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാകും. ഈ വിഷയങ്ങളൊക്കെ വരും ദിവസങ്ങളിലും ഇലക്ഷൻ ചാനലിൽ കാണാം. ഇന്ന് ഇലക്ഷൻ ചാനൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പൊതുബജറ്റ് 2000 പദ്ധതികൾ